ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ചാനലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് 2023 മോഡൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. ഫുള്ള് ഒരു സ്പോർട്സ് കിറ്റൊക്കെ കയറ്റി അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സോസ്റ്റൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. ഒരു ക്ലീൻ സ്പെക്കിൽ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ അത്യാവശ്യം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു 2023 മോഡൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഈ വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വണ്ടി കളറിനെ പറ്റി നോക്കുമ്പോൾ കമ്പനി വന്നിട്ടുള്ള ഒരു പേൾ വൈറ്റ് കളറിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. അതിലേക്ക് ആ ഒരു സ്പോർട്സ് കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടപ്പോൾ വണ്ടി വേറെ തന്നെ ലുക്കായിട്ടുണ്ട്. അതിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻസും അതുപോലെ തന്നെ വീൽസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വണ്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കണ്ടു തുടങ്ങാം. ഫ്രണ്ടൊക്കെ നമ്മൾ ആദ്യം തന്നെ വരുമ്പോൾ ഈ വണ്ടിൻ്റെ ഫ്രണ്ടിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു മാറ്റം ആ ഒരു ഫ്രണ്ട് ബമ്പേഴ്സ് തന്നെയാണ്. സ്പോർട്സ് കിറ്റാണ് ഈ വണ്ടിയിൽ ഫുൾ ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ ABS ക്വാളിറ്റി കിറ്റ്സാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഫ്രണ്ട് ബമ്പേഴ്സ് ടോട്ടലി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതിലൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഹെഡ് ലാമ്പ് LED ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ഈ വണ്ടിയിൽ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ LED ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബമ്പേഴ്സിൽ കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കിറ്റിൽ വരുന്ന ഒരു DRLs കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് ഈ വണ്ടീൻ്റെ വീഡിയോസ് ചെയ്യും. ഈ വണ്ടിയിൽ ഇനിയും അപ്ഡേഷൻസ് വരാനായിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ കയറുമ്പോൾ സൈഡിൽ എടുത്ത് പറയാനായിട്ട് ആ ഒരു സൈഡ് സ്കേർട്ടും ആ ഒരു വീലും തന്നെയാണ് എടുത്ത് പറയാനായിട്ടുള്ളത്. ആ ഒരു 70 ഇഞ്ച് വോസൻ്റെ ഒറിജിനൽ വീൽസാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ബോഡിക്ക് ചേർന്ന് നിൽക്കുന്ന ആ ഒരു വീൽസാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലോ പ്രൊഫൈൽ ടയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് സ്കേർട്ട് ഇത് VXIയിൽ കമ്പനി കൊടുക്കുന്ന ആഡ് ഓൺ സ്കേർട്സ് ആണ്. അത് ഈ വണ്ടിയിൽ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പേഴ്സും ബാക്ക് ബമ്പേഴ്സും മാത്രമേ വണ്ടിയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അത്രയ്ക്കാണ് വേണ്ടി സൈഡിൽ മെയിനായിട്ട് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം ഈ ഒരു ഭാഗമൊക്കെ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് ഈ വണ്ടിൻ്റെ മെയിൻ ലുക്കിനെ തന്നെ മാറ്റുന്നുണ്ട്. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് പിന്നെ മിറർ ഗ്ലോസി ബ്ലാക്ക് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ഈ വണ്ടിൻ്റെ റിയർ പ്രൊഫൈലേക്ക് വരുന്നതാണ് ഈ വണ്ടിൻ്റെ ഒരു റിയർ ലുക്ക് എന്ന് പറയാനായിട്ട് ടോട്ടലി ആ ഒരു ബമ്പേഴ്സ് മാറി. കാരണം വണ്ടിൻ്റെ റിയർ ലുക്ക് ടോട്ടലി മാറിയിട്ടുണ്ട്. ഈ വണ്ടിയിൽ ആഫ്റ്റർ മാർക്കറ്റ് ടൈലാംസാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റിയപ്പോൾ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ രസം ആ ഒരു സ്റ്റോക്ക് ടൈലാമാണെന്ന് തോന്നി. പിന്നെ അതുപോലെ തന്നെ VXIയിൽ വരുന്ന സ്പോയിലേഴ്സ് ചെയ്തിട്ടുണ്ടായി. അതും ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്ക് ബമ്പേഴ്സും ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ AZൻ്റെ ഒരു എക്സോ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ആ എക്സോ സിസ്റ്റം ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ AZനെ തന്നെ റെസിനേറ്റർ വെച്ചിട്ട് ഒരു വാൾട്രോണിക് എക്സോ സിസ്റ്റമാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര ലൗഡല്ല ഈ വണ്ടിൻ്റെ എക്സോസ്റ്റ് എന്ന് പറയാനായിട്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്ന ഒരു രൂപത്തിലുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പോപ്സും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഒരു ഡെയിലി ഡ്രൈവൺ കാറാണ് ഈ ഒരു വണ്ടി. ഈ വണ്ടീൻ്റെ ഓണർ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഫൺ ടു ഡ്രൈവ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വണ്ടിൻ്റെ എക്സോസ്റ്റ് എന്ന് തന്നെ പറയാം. അത് ഈ വണ്ടി നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ ശരിക്കും അതൊന്ന് ഫീൽ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടിൻ്റെ എക്സോസ്റ്റ് നോട്ട് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഈ വണ്ടിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഞാനിപ്പോൾ ഒന്ന് കേൾപ്പിച്ചു തരാം. ആ ഒരു റിമോട്ട് കൺട്രോൾ യൂണിറ്റിൻ്റെ ഒരു റിമോട്ട് വന്നിട്ടുള്ള AZൻ്റെ എക്സോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഈ വണ്ടിൻ്റെ എക്സോസ്റ്റ് ഒന്ന് ഓൺ ആക്കി വെക്കാം. ഇപ്പോൾ ഓഫിലാണുള്ളത്. ശരിക്കും ഈ വണ്ടിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യില്ല. ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു ഷോ പർപ്പസിന് പോയി പൊട്ടിക്കാന്നുള്ള രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയല്ല ഈ ഒരു വണ്ടി. ശരിക്കും നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഡ്രൈവിംഗ് ഫീല് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയുള്ളത്. അതുപോലെ തന്നെ വണ്ടി വർക്ക് എടുക്കുന്ന കാരണം വർക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇന്റീരിയറിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളും ചെയ്തിട്ടില്ല. ജസ്റ്റ് സീറ്റ് കവേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എക്സോസ്റ്റ് ഓണാണ്. ഓഫായി കഴിഞ്ഞാൽ പക്ക സ്റ്റോക്ക് സൗണ്ട്. ഓൺ ആയി കഴിഞ്ഞാൽ
അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിഫ്റ്റ് ഓടിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്നാൽ നേരെ സീറ്റ് ബെൽറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ജസ്റ്റ് വണ്ടി ഒന്ന് എടുത്ത് നോക്കാം. ജസ്റ്റ് നമുക്ക് AC ഒന്ന് ഓഫ് ചെയ്യാം. ആ ഒരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എക്സോസ്റ്റ് ഓണാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി ചെയ്തിട്ടുള്ള ഒരു എക്സോസ് സിസ്റ്റം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം എല്ലാവരും ചെയ്യുന്ന പോലെ ടു ലൗഡായിട്ടൊന്നല്ല ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഒരു ഡെയിലി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ഫൺ ടു ഡ്രൈവ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ വണ്ടിൻ്റെ ഒരു എക്സോസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. AZൻ്റെ എക്സോസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പം അത്രയ്ക്കും സ്മൂത്ത് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. നമ്മൾ എക്സ്ട്രാ റെസിനേറ്ററൊക്കെ ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. AZൻ്റെ തന്നെ റെസിനേറ്റർ ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടിൻ്റെ സൗണ്ട് കുറച്ച് കുറവാണ്. എന്നാലും നമുക്ക് ഓടിക്കുമ്പോൾ നല്ല ഒരു ഫൺ കിട്ടുന്ന ഒരു എക്സോസ് നോട്ടാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കാണ് ഈ വണ്ടിൻ്റെ ആ ഒരു എക്സോസ് നോട്ടിൻ്റെ കാര്യം. ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്വിഫ്റ്റിനെ പറ്റി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു കാറാണ് നമ്മളെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ. ഡെയിലി ഡ്രൈവിന് പറ്റിയ വണ്ടിയാണ്. ആ വണ്ടി ഇത്രത്തോളം വർക്ക് ചെയ്തെടുത്ത് ഇനി ഈ വണ്ടിയിൽ അപ്ഡേഷൻസ് ഒക്കെ വരാനുണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. ഇപ്പം നിലവിൽ ചെയ്തിട്ടുള്ള വണ്ടിയുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോയിൽ എത്രത്തോളം ആ ഒരു എക്സോസ് നോട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു റെസൊനേറ്റർ വെച്ച് മാക്സിമം സൗണ്ട് കുറച്ച കാരണം വീഡിയോയിൽ അത്രയ്ക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ശരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെയാണ് ആ ഒരു എക്സോസ് നോട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. ഈ വണ്ടിയിൽ പോപ്സ് മാക്സ് അങ്ങനത്തെ കാര്യമൊന്നും ചെയ്തിട്ടില്ല. ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സോസ് നോട്ടാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിൻ്റെ ഡ്രൈവിംഗ് ഫീലിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ അത്ര കാര്യങ്ങളാണ് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വണ്ടിൻ്റെ വീഡിയോസ് ആയിട്ട് നമ്മളെ ചാനൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനൽ ആയിട്ട് കാണാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ.